ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദുള്ള ഒരു അപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ നെയ്യ് ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളറായി വരണം കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്ത് നല്ലതുപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ബ്രൗൺ കളറായി വന്നപ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ പച്ചരി 2 മണിക്കൂർ കുതിർത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരവി നന്നായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജാറിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വെള്ളം വേണം. അപ്പോൾ ഇനി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയത്തിലുള്ള മധുരമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മധുരം നല്ലതുപോലെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 2 അച്ചും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് പാകത്തിനുള്ള മധുരമാണ്. അപ്പം നമുക്കിവിടെ പാകത്തിനുള്ള മധുരം മതി. അപ്പോൾ ഇത് ശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ച് കിട്ടണം കേട്ടോ. ഇതൊന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ശർക്കര അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാനിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് വറുത്തത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മാവിലേക്ക്. ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ശർക്കര പാനി നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഒപ്പം ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് കട്ട കുത്തും. അപ്പോൾ നമ്മൾ ഒപ്പം ഇത് ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഒപ്പം ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ലേശം ഉപ്പും ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ലൂസായിട്ട് വേണം നമുക്കിത് ഈ ഒരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ലെവലിൽ കിട്ടണം, എന്നാലാണ് നന്നായി വെന്ത് കിട്ടുള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം, എന്നാലാണ് ഇതിന് നല്ലൊരു വാസനയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടി നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിറക്കണത്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി എണ്ണയും ചട്ടിയും നന്നായി ചൂടായി വരുമ്പോഴാണ് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ചൂടായിട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് ഒന്ന് കമ്മിയാക്കി വെക്കണം കേട്ടോ.
അപ്പോൾ ഗ്യാസ് കമ്മിയാക്കി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒന്ന് കമ്മിയാക്കി വെച്ചാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലതുപോലെ വെന്ത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ അപ്പം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ 2ാം വട്ടവും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 4 മണി പലഹാരം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.